രാജ്യത്തെ 4ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാനാണ് ഹസ്തി കന്യ എന്നറിയപ്പെടുന്ന പാർവതി ബറുവ. 2024 റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് പത്മശ്രീ അവർ ഏറ്റുവാങ്ങി. പുരുഷന്മാർ മാത്രം ജോലി ചെയ്തിരുന്ന ഒരു മേഖലയായിരുന്നു ആനപ്പാപ്പൻ എന്ന പണി. ഈ മേഖലയിൽ സ്ത്രീകൾക്ക് വഴികാട്ടിയായി മാറിയ വ്യക്തിയാണ് പാർവതി ബറുവ. ആനകളോടുള്ള അവരുടെ അളക്കാനാവാത്ത സ്നേഹവും പരിചരണവുമാണ് പാർവതിയെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹയാക്കിയത്. 14-ാം വയസ്സ് മുതലാണ് ആനകളോട് കൂട്ടുകൂടി തുടങ്ങിയത്. അസമിൽ ജനിച്ചു വളർന്ന പാർവതിക്ക് കുഞ്ഞുനാളിൽ താല്പര്യം വന്യജീവികളോടായിരുന്നു. അങ്ങനെ അവൾ വന്യജീവികളെ ആരാധിക്കുകയും കൂടുതൽ സമയം വീടിന് പുറത്ത് ചിലവഴിക്കുകയും ചെയ്തു. ഗൗരിപൂർ രാജകുടുംബത്തിലെ പ്രകൃതീഷ് ചന്ദ്ര ബറുവയ്ക്ക് ജനിച്ച 9 മക്കളിൽ ഒരാളായിരുന്നു പാർവതി. ഗൗരിപൂരിലെ രാജാക്കന്മാരിൽ അവസാന ഭരണാധികാരിയായിരുന്നു പ്രകൃതീഷ്. പിതാവിൽ നിന്ന് തന്നെയാണ് പാർവതിക്ക് ആനകളോടുള്ള വാത്സല്യം കിട്ടിയത്. പിതാവ് ആനകളെക്കുറിച്ചുള്ള വൈദഗ്ധ്യത്തിനും അറിവിനും അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനായിരുന്നുവെന്നത് കുഞ്ഞു പാർവതിക്ക് ഏറെ ഗുണം ചെയ്തു. പിതാവിനൊപ്പം വനങ്ങളിൽ ധാരാളം സമയം ചെലവഴിച്ചതോടെ ആനയെക്കുറിച്ചുള്ള അറിവുകളും പാർവതിക്ക് സ്വന്തമായി. കാട്ടിലേക്കുള്ള ഇത്തരം യാത്രകളാണ് അവയോടുള്ള തൻ്റെ താല്പര്യം ഏറെ വർദ്ധിപ്പിച്ചതെന്നും പാർവതി ഓർത്തെടുക്കുന്നു. ഹസ്തികന്യ എന്നറിയപ്പെടുന്ന പാർവതി തൻ്റെ ആദ്യ ആനയെ 14-ാം വയസ്സിൽ കൊക്രജാർ ജില്ലയിലെ കച്ചുഗാവ് വനങ്ങളിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. 1972 പാർവതി ആനപ്പാപ്പാനായി തീർന്നു. അന്നു മുതൽ ഇന്നുവരെ തൻ്റെ ജീവിതം ആനകൾക്കായി സമർപ്പിച്ചിരിക്കുകയാണ് ഈ വനിത. ആനകളെ കുളിപ്പിക്കുക, കാട്ടിൽ സവാരിക്ക് കൊണ്ടുപോവുക, പരിശീലിപ്പിക്കുക എന്നിവയൊക്കെയാണ് പാർവതി ബറുവയുടെ ദിനചര്യ. ആനകൾ തന്നെ സ്നേഹിക്കുന്നത് അവരുടെ വികാരങ്ങൾ താൻ മനസ്സിലാക്കുന്നതിനാലാണെന്നും ഒന്ന് വിളിച്ചാൽ അപ്പോൾ തന്നെ അവയെല്ലാം തനിക്കരികിലേക്ക് ഓടിയെത്തുമെന്നും പാർവതി ബറുവ പറയുന്നു. മൂന്ന് പെൺമക്കളടങ്ങുന്ന കുടുംബവുമൊത്താണ് പാർവതിയുടെ താമസമെങ്കിലും ഒരിക്കലും കാടിനെയും ആനകളെയും മറന്ന് ജീവിച്ചിട്ടില്ലെന്നും ഒരിക്കലും വിരമിക്കാൻ ആഗ്രഹിക്കാത്ത പാപ്പാനാണ് താനെന്നും അവർ പറയുന്നു. ബീഹാർ, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുവരെ ആനകളെ പരിപാലിക്കുന്നതിനു വേണ്ടി ആളുകൾ പാർവതിയെ തേടിയെത്താറുണ്ട്. ഒരിക്കൽ ബംഗാളിലെ മിഡ്നാപൂരിൽ 50ഓളം ആനകൾ വഴിതെറ്റിപ്പോയപ്പോൾ അവിടുത്തെ ഭരണാധികാരികൾ പാർവതിയെയാണ് ആനകളെ രക്ഷിക്കാനുള്ള ദൗത്യം ഏൽപ്പിച്ചത്. പാർവതിയുടെ 3 ആനകളും മറ്റു പാപ്പാന്മാരുടെ ഒരു ടീമും ചേർന്ന് 2 ആഴ്ചത്തെ സാഹസിക ശ്രമത്തിനു ശേഷം ആ ആനകളെ ശരിയായ ദേശാടന പാതയിലൂടെ നയിക്കുകയുണ്ടായി. കാട്ടാനകളെ മെരുക്കുന്നതിൽ വിദഗ്ധ കൂടിയാണിവർ. നിലവിൽ 40 വർഷമായി ആനപരിപാലന രംഗത്ത് സജീവമാണ് പാർവതി. പാർവതിയുടെ കഥകൾ കേട്ടറിഞ്ഞ BBC അവരെ ആസ്പദമാക്കി ആനകളുടെ രാജ്ഞി എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററിയും ചെയ്തിട്ടുണ്ട്. ഇവരെക്കുറിച്ച് ബ്രിട്ടീഷ് എഴുത്തുകാരനും പ്രകൃതി ശാസ്ത്രജ്ഞനുമായ മാർക്ക് റോളണ്ട് ഷാൻഡ് എഴുതിയ 1996 പ്രസിദ്ധീകരിച്ച ക്യൂൻ ഓഫ് എലിഫന്റ് എന്ന പുസ്തകവും ഏറെ പ്രശസ്തമാണ്.